ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൺ ലെബനിസ് തിയറം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് ശരിക്കും നമ്മുടെ ഇന്റഗ്രൽ കാൽക്കുലസിനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം നമ്മുടെ JEE മെയിൻ എക്സാമിനേഷൻ ഒക്കെ ഇതിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ JEE മെയിൻ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ന്യൂട്ടൺ ലെബനിസ് തിയറം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് വളരെ ഈസിയാണ്. ഇത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. d/dx of integral hx to gx f of t dt. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇവിടെ നമുക്കൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇത് കിട്ടാനായിട്ട് ഇപ്പൊ നോർമലി നമ്മൾ ചിന്തിക്കും ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ അതൊന്നും ചെയ്യണ്ട. ഇത് കിട്ടാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ ടി ഉള്ളിടത്ത് അപ്പർ ലിമിറ്റ് gx ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? f of gx എന്ന് വരും. അതിനുശേഷം ഈ gx ന്റെ ഡെറിവേറ്റീവ് g' x എടുക്കുക. ഓക്കെ, എന്നിട്ട് മൈനസ് ഇട്ടിട്ട് ഈ ടി ഉള്ളിടത്ത് എന്ത് ചെയ്യണം? ഈ ലോവർ ലിമിറ്റും കൂടെ ഇട്ട് കൊടുക്കുക. ലോവർ ലിമിറ്റ് hx ആണല്ലോ. അപ്പൊ എന്ത് വരും? f of hx. ശേഷം എന്ത് ചെയ്യണം? h' x എടുക്കണം, ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ന്യൂട്ടൺ ലെബനിസ് തിയറം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ടി ഉള്ളിടത്തെല്ലാം അപ്പർ ലിമിറ്റ് gx ഇട്ട് കൊടുത്തു. അപ്പൊ f of gx. ശേഷം എന്ത് ചെയ്യണം? ആ അപ്പർ ലിമിറ്റ് gx ന്റെ ഡെറിവേറ്റീവ് g' x എടുത്തു, മൈനസ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ടി ഉള്ളിടത്ത് ഈ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് hx എന്താണ്? f of hx ഇൻറ്റു ശേഷം അതിന്റെ ഡെറിവേറ്റീവ് h'. അപ്പൊ ഇതാണ് എന്ത്? ന്യൂട്ടൺ ലെബനിസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇന്റഗ്രലും ഡെറിവേറ്റീവും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇത് മനസ്സിലാവാനായിട്ട് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയാം. ഈ ഇന്റഗ്രൽ 0 to x square tft dt this equal to 2/5 x raised to 5. Here x greater than 0. Find f of 4/25. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഇക്വേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്, അല്ലെ? അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനകത്ത് നിന്ന് f of 4/25ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാനൊന്നും പോവുക വേണ്ട. എന്ത് ചെയ്ത് വെച്ചാൽ മതി, രണ്ട് സൈഡിൽ നമ്മളൊന്ന് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എങ്ങനെ വരും? d/dx of integral 0 to x square t ft dt this equal to d/dx of 2/5 x raised to 5. രണ്ട് സൈഡിൽ d/dx എടുത്തു, ഡെറിവേറ്റീവ് എടുത്തു. ഇനിയിപ്പോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഇതുണ്ട്. ഈ ന്യൂട്ടൺ ലെബനിസ് തിയറത്തിനകത്ത് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടി ഉള്ളിടത്തല്ല അപ്പർ ലിമിറ്റ് എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കുന്നു, അല്ലെ? ഇതിനകത്ത് നമ്മുടെ ടി ഉള്ളിടത്ത് അപ്പർ ലിമിറ്റ് gx ഇട്ട് കൊടുത്ത് ചെയ്ത പോലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടി ഉള്ളിടത്തെല്ലാം എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കുമ്പോ എക്സ് സ്ക്വയർ f of x square. എന്നിട്ട് എന്തുകൂടെ ചെയ്യണം? അതിന്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം, അല്ലെ? എന്താണ്? g'(x). അപ്പൊ x സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2x മൈനസ്. മൈനസ് ഇട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഈ ടി ഉള്ളിടത്തെല്ലാം ഈ ലോവർ ലിമിറ്റ് hx ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണല്ലോ. അപ്പൊ നമ്മൾ 0 ഈ ടി ഉള്ളിടത്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം എന്തായി പോകും? 0 ആയിട്ട് പോകും. അപ്പൊ ഇത് 0 ദിസ് ഈക്വൽ ടു. ഇനിയിപ്പോ ഇതിന്റെ ഡെറിവേറ്റീവ് അറിയാമല്ലോ, കോൺസ്റ്റന്റ് 2/5 ഇനി എടുത്തതിന് ശേഷം x raised to 5 ഡെറിവേറ്റീവ് 5x raised to 5. അപ്പം ഈ ഒരു പാർട്ട് മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് സോൾവ് ചെയ്തെച്ചാൽ മതി. ഇവിടെ നിന്ന് വരും 2x³ f of x square this equal to, ഇവിടെ 5 കട്ടായി പോയി കഴിഞ്ഞാൽ 2x raised to 4 എന്ന് വരും. ഇനിയിപ്പോ ഇവിടെ 2 കട്ട് ചെയ്ത് കളയാം, x³ ഇവിടുത്തെ x കൂടെ കട്ട് ചെയ്ത് കളയാം. എല്ലാം നമ്മളെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? fx² equal to x എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് ഫൈനലി എങ്ങനെ കിട്ടി? f(x²) equal to x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കിട്ടി. ഇനിയിപ്പോ നമുക്ക് f4/25ന്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. f4/25 എന്ന് പറയുമ്പോൾ എക്സിന് എന്ത് കൊടുത്താൽ മതി? 2/5 കൊടുത്താൽ പോരെ? സോ x equal to 2/5. x 2/5 കൊടുക്കുമ്പോൾ എന്താവും? നമുക്ക് കിട്ടേണ്ട f4/25ന്റെ വാല്യൂ ആവും. അപ്പൊ എങ്ങനെയാണ്? f of 2/5ന്റെ സ്ക്വയർ എന്താ വരുന്നത്? 4/25.
25. This equal to x എന്ന് പറഞ്ഞാൽ എത്രയാണ് 2/5. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ വാല്യൂ കിട്ടി. 4/25 വാല്യൂ എന്താണ് 2/5 എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാൻ പോലും പോയില്ല. നമ്മളിവിടെ എന്താ ചെയ്തേ, ഈ ന്യൂട്ടൺ ലെബനിസ് തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്തു.